ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അട്ടർ ഫെയിലിയർ ആണ് ട്രംപിന്റെ നിലപാട്. അത് പ്രത്യേകിച്ച് ഈ കുർദുകളെ കൈയൊഴിഞ്ഞ വിഷയത്തിൽ. അപ്പോൾ ഇപ്പോഴത്തെ അമേരിക്കൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആരാധന മൂത്ത് പക്ഷാപാതം കാണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നേതാക്കളെ തെറ്റില്ലാത്തവരായി വിമർശനാതീതരായിട്ട് കാണാനുള്ള ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ വിഷയത്തിൽ ഇത് 100% ഇങ്ങനെ തന്നെയാണ്. ഇതിനെതിരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. തെറ്റായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ എന്തെങ്കിലുമൊക്കെ 1-2 വാക്കുകൾ പറയണം. അത് പറഞ്ഞു തന്നെ പോകേണ്ടി വരും. സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപിനുണ്ടായിരുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ശരിക്കും ഈ കുർദുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരുന്നത് അമേരിക്കയ്ക്ക് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് താലിബാനുകൾക്കെതിരെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്ത കുറേ ആൾക്കാരെയൊക്കെ അമേരിക്ക പൗരത്വം തരാമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവരെയൊക്കെ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടാക്കിയതായിട്ടാണ് വാർത്തകൾ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. അതിനേക്കാളും മോശപ്പെട്ട നിലപാടാണ് SDF-നോട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് നയം, ആദ്യത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ എന്തായിരുന്നു മിഡിൽ ഈസ്റ്റ് നയമാണ്. ആ മിഡിൽ ഈസ്റ്റ് നയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിനെ മിഡിൽ ഈസ്റ്റിൽ മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. പക്ഷെ അതേ സമയത്ത് ഇപ്പം ഈ തീവ്ര നിലപാടുള്ള തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന നിലപാടായിട്ട് മാറിയിരിക്കുകയാണ് ട്രംപ്. ഓക്കെ, സിറിയയിൽ SDF-നെ ട്രംപ് കൈവിടുന്നതിന്റെ കാരണം എന്താണ്? കാരണം സിറിയയ്ക്കുള്ളിൽ ട്രംപിന്റെ മരുമകൻ ജറാദ് കുഷ്ണർക്ക് ഒരുപാട് എഗ്രിമെന്റുകൾ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഹമ്മദ് അൽ ഷാര സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഫലമായിട്ട് അയാൾ ചോദിച്ചത് എൻ്റയർ സിറിയ എൻ്റെ കൺട്രോൾ വരണം, എന്നാൽ മാത്രമേ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് അഹമ്മദ് അൽ ഷാര പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വത്തുക്കൾ, ഈ വരുമാനം ഉണ്ടാക്കൽ, അതായത് ട്രംപിന് 3 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. പക്ഷേ ജറാദ് കുഷ്ണറിന്റെ കമ്പനി ഇവിടുന്ന് വീണ്ടും എണ്ണയും മറ്റുള്ള മിനറൽ അസറ്റുകളെല്ലാം തന്നെ ഇവിടുന്ന് ഊറ്റും. അത് ഊറ്റാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ജറാദ് കുഷ്ണർ സ്വന്തം മകളുടെ ഭർത്താവല്ലേ, മകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സിറിയയിലെ SDF-നെ തൂക്കി വിൽക്കുകയാണ് ട്രംപ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കാണ് മനസ്സിലാവാത്തത്? ഈ സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ ഇതേപോലത്തെ ഒരു ബിസിനസ് പാർട്ണർ കൂടിയാണ്. സ്റ്റീവ് വിറ്റ്കോഫ് ഇങ്ങനത്തെ ബിനാമികളെയൊക്കെ വെച്ചുകൊണ്ടാണ് അമേരിക്ക ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. ജറാദ് കുഷ്ണറിന് അമേരിക്കയുടെ ഉള്ളിൽ എന്താണ് പൊളിറ്റിക്കൽ റോൾ? ജറാദ് കുഷ്ണർക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് ഡെസിഗ്നേഷൻ? വാട്ട് ഈസ് ഹിസ് റോൾ? എന്ത് പൊസിഷൻ കൊടുത്തുകൊണ്ടാണ് ഒഫീഷ്യൽ കാര്യങ്ങളിലേക്ക് ജറാദ് കുഷ്ണറെ അയക്കുന്നത്? സ്റ്റീവ് വിറ്റ്കോഫിന് വിശ്വാസമില്ലേ? സ്റ്റീവ് വിറ്റ്കോഫിനെ നിയന്ത്രിക്കാനാണോ ജറാദ് കുഷ്ണറെ അയക്കുന്നത്? ഇല്ലെങ്കിൽ ജറാദ് കുഷ്ണറെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഏജൻസി ആയിട്ടാണോ അങ്ങോട്ട് അയക്കുന്നത്? എന്തൊക്കെ ഡീലുകൾ സംസാരിക്കുന്നു, ആ ഡീലുകളെല്ലാം നോട്ട് ചെയ്തെടുത്ത് വീട്ടിൽ പോയിട്ട് ബാക്ക് ഓഫീസിലിരുന്ന് ട്രംപുമായിട്ട് സംസാരിച്ചിട്ട് പുതിയ കമ്പനികളുടെ ഡീലൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണോ ഈ നാടകങ്ങൾ മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണോ ഒരു കൂട്ടം ജനതയെ കൊലക്കി കൊടുക്കുന്നത്, തീവ്രവാദികളുടെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്? അന്ന് ഈ SDF എന്ന് പറഞ്ഞ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ കുർദുകളുടെ സേന സിറിയയിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയായാനെ. ഈ പരമാവധി ഐസിസുകാരെ ഒതുക്കി നിർത്തിയതിൽ SDF എന്ന് പറഞ്ഞ കുർദ് സേനകൾക്ക് ചെറിയ പങ്കല്ല ഉള്ളത്. പണ്ട് തൊട്ടേ അമേരിക്കയുടെ നയമാണ് ഒപ്പം നിൽക്കുന്നവരെ ചവിട്ടി താഴ്ത്തുക എന്നുള്ളത്. അത് ഏത് സാഹചര്യത്തിലും വിട്ടുകൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇത് സിറിയയിൽ കുർദുകളോട് കാണിച്ചത് വല്ലാത്ത രീതിയിലുള്ള ഒരു ക്രൂരതയായിപ്പോയി. അത് പറയാതിരിക്കാൻ വയ്യ. മൊസാദിന് വരെ അഭിപ്രായം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൊസാദിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ വിഷയവുമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഈ സിറിയയിലെ കുർദ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ മൊസാദ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമില്ല, ട്രംപ് ഇസ്രായേലിന്റെ ബാക്കി ഉണ്ടായിരുന്ന കുറെ ബന്ദികളെയൊക്കെ ഹമാസിന്റെ കയ്യിൽ നിന്നും റിലീസ് ചെയ്യിപ്പിച്ച് തന്നു. നല്ലതാണ്, അത് വളരെ മഹത്തരമായ കാര്യമാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇപ്പോഴും ട്രംപിന് നല്ല രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി ഉണ്ട്, ഇപ്പോഴും സ്വീകാര്യതയുണ്ട്. പക്ഷേ അത് പതിയെ കുറഞ്ഞു വരും. കാരണം ട്രംപ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, സിറിയയ്ക്കുള്ളിൽ ഒരു ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ വളരെയധികം ശക്തമായ രീതിയിൽ പ്രയത്നിച്ചിരുന്നു. എന്നിട്ടും ഭീകരവാദിയാണ് അവിടെ തലപ്പത്ത് വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും വളരെയധികം സംയമനം പാലിച്ച് വേണ്ട സ്ഥലം മാത്രം കൈക്കലാക്കിക്കൊണ്ട് സിറിയയുടെ ഗോലാൻ ഹൈറ്റ്സിനെ കുറിച്ചാണ് അവർ പറയുന്നത്. നമ്മൾ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴും സിറിയയ്ക്കുള്ളിൽ നിന്നും ഒരു ഡയലോഗ് ഡിപ്ലോമസി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ വാഷിംഗ്ടണിൽ വെച്ചിട്ട് ഇസ്രായേലുമായിട്ടുള്ള ചർച്ചയ്ക്ക് ടൈം ലൈൻ ചോദിച്ച് അതിനുശേഷം ചർച്ചയ്ക്ക് വരാതെ ആ ചർച്ച മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ ചർച്ചയിൽ നിന്ന് വഴുതി മാറി നിൽക്കുന്ന ഈ ഇസ്ലാമിക ഭീകര ഭരണകൂടത്തിന്റെ നേതാവായിട്ടുള്ള അഹമ്മദ് അൽ ഷാര ഇസ്രായേലുമായിട്ട് ഒരു രീതിയിലുള്ള സന്ധി സംഭാഷണത്തിനും തയ്യാറാവാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇമ്മാതിരി സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് മൊസാദിന്റെ ചോദ്യം. നേരെ മറിച്ച് ഈ കുർദുകളാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. അവർ തീവ്ര ഇസ്ലാമിക നിലപാട് ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് സകല രീതിയിലും അവർ പ്രയത്നിച്ചിരുന്ന വ്യക്തികളാണ്. അവരുടെ പ്രയത്നം അവർ ശരിക്കും അഹങ്കാരം കൊണ്ട് ഒരു സെപ്പറേറ്റ് ഏരിയ വേണം എന്ന് ആഗ്രഹിക്കുന്നതല്ല. ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഈ ഐസിസ് ഭീകരന്മാരുടെ കയ്യിൽ നിന്നുള്ള അവരുടെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനം, 2 തലവെട്ടൽ, 3 നിരന്തരം ഉപദ്രവിക്കൽ, ബോംബേറ്, അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയാതെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മതം മാറ്റൽ ഭീഷണി, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള നിർബന്ധമായിട്ടുള്ള
വിഷയങ്ങൾക്ക് വഴങ്ങാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് തുരങ്കം വെച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, സ്വന്തം മക്കൾക്ക് സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, സിറിയയിൽ 10 പൈസയുടെ ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ കൊണ്ട്, മറ്റുള്ള അസറ്റുകളിൽ താല്പര്യം കൊണ്ട് ആ ജനതയെ മൊത്തത്തിൽ കുരുതിക്ക് കൊടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതുവരെ സിറിയയ്ക്കുള്ളിൽ 10,000-കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ കുർദ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ 10,000-കണക്കിന് ആൾക്കാർ സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോവാണ് ആണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഫൂട്ടേജസും ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഈ തീവ്രവാദികളുടെ ആഘോഷങ്ങളും അർമാദിക്കുന്ന ഫൂട്ടേജസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ബംഗ്ലാദേശിൽ പവർ ക്രൈസിസ്, ഏതാണ്ട് 473 മെഗാവാട്ട് പവർ സപ്ലൈ ചെയ്യുന്ന ജാർഖണ്ഡിലെ പവർ സ്റ്റേഷനിൽ നിന്നുള്ള കണക്ഷൻ അദാനി പവേഴ്സ് ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ബംഗ്ലാദേശിന് കൊടുക്കുന്നില്ല, കാരണം പേയ്മെന്റ് പെൻഡിംഗ് ആണ്. ഇത് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. അതുപോലെ ബംഗ്ലാദേശിന്റെ ക്രിക്കറ്റ് ടീം T20 ഇന്ത്യക്കുള്ളിൽ വന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ ഹെസിറ്റേഷൻ കാണിച്ചു. അതിനെ തുടർന്ന് ICC ക്രിക്കറ്റ് ബോർഡ് അവരെ ബാൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വേണ്ട, ഞങ്ങൾ സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ടീമിനെ ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇനി കളിക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് അവർ തന്നെ സ്വയമേ അവരെടുത്ത തീരുമാനമാണ്. നല്ലതാണ്. നിങ്ങൾ ഇനി വരണ്ട എന്ന് പറയേണ്ട, നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശിവമാരുടെയൊക്കെ ഒരു മണ്ടത്തരങ്ങൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് എന്തിനാണെന്ന് പല ചോദ്യങ്ങൾ, പലർക്കും പല രീതിയിലുള്ള കോൺസ്പിറസി തിയറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ക്ലിയർ ആയിട്ട് അതിന്റെ വാർത്തകൾ അന്ന് മുതൽ തന്നെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ സീരീസിൽ അടുത്തൊരു വിഷയം സംഭവിച്ചിരിക്കുന്നത്, പാകിസ്ഥാന്റെ ഉള്ളിലുള്ള എയർപോർട്ട് ശരിക്കും അതിന്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് UAE ആണ്. അവരതിൽ നിന്നും വിഡ്രോ ചെയ്യാണ്. ഒന്നാമതേ കടമാണ്. അപ്പോൾ ഇതിന് UAE പറഞ്ഞിരിക്കുന്ന റീസൺ വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാണ്, ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ എയർപോർട്ട് നടത്താൻ ഇപ്പം തൽക്കാലം നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇന്ത്യയുമായിട്ട് UAE ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഡിഫൻസ് സഹകരണം വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ഇന്ത്യ പറഞ്ഞിട്ടല്ല ഇത് ചെയ്തത്. അതുകൂടാതെ തന്നെ, കാരണം യമനിൽ സൗദി അറേബ്യ UAEക്കെതിരെ ശക്തമായ നിലപാടെടുത്ത സമയത്ത് പാകിസ്ഥാൻ സൗദി അറേബ്യയെ പിന്തുണച്ചിരുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പം ഞങ്ങൾക്കെതിരെ ഇൻഡയറക്ട്ലി പണി തരാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുമായിട്ട് ഒത്തുനിൽക്കുന്ന നിങ്ങളുടെ എയർപോർട്ട് നടത്താനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല എന്ന് സൗകര്യപൂർവ്വം അങ്ങ് പറഞ്ഞിരിക്കുകയാണ് UAE. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ UAE ബന്ധം തകരുകയാണ്. അത് സിംബോളിക്കായിട്ട് ഈ ഇൻസിഡന്റിലൂടെ UAE അങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ്. ശരിക്കും ഇത് വൻ തിരിച്ചടിയാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യയ്ക്കും UAEക്കും ഈ ഭരണകൂടങ്ങളുടെ ഇടയിൽ ഒരു വ്യത്യാസമുണ്ട്. രണ്ട് ഭരണകൂടങ്ങളുടെ ഇടയിലും സൗദി ഭരണകൂടം കുറച്ച് ഫ്രണ്ട്ലി അല്ല, അത് ഇപ്പോഴും കുറച്ച് രാജകീയമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അടിമയെ പോലെ തന്നെയാണ് പോകേണ്ടത് സൗദി അറേബ്യയുടെ പാലസിൽ. പക്ഷേ UAE അങ്ങനെയല്ല, UAE വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷേ ആ ഒരു വ്യത്യാസം രണ്ട് നേതാക്കളുടെ അപ്രോച്ചിലും നമുക്ക് അതിന് മീറ്റിങ്ങിലും എല്ലാ സ്ഥലങ്ങളിലും അത് കാണാൻ കഴിയും. അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഡിപ്ലോമാറ്റിക് ഫെയിലിയർ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരെ പാകിസ്ഥാന്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് പാർട്ടികൾ, ഓപ്പോസിറ്റ് പാർട്ടികൾ അവിടെ കുറേ പേര് കടന്ന് അലയ്ക്കുന്നുണ്ട് പാർലമെന്റിൽ. ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. കാരണം അസീം മുനീറാണല്ലോ അവിടെ എല്ലാം തീരുമാനിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെയും പട്ടാള മേധാവികൾ ഒരു കൊമേഴ്ഷ്യൽ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ട്രേഡ് മീറ്റിങ്ങിനോ ഒന്നും പങ്കെടുക്കാറില്ല. പക്ഷേ പാകിസ്ഥാന്റെ അസീം മുനീർ എല്ലാ മീറ്റിങ്ങുകൾക്കും പങ്കെടുക്കും. ഒരു വിചിത്രമായിട്ടുള്ള ഒരു പട്ടാള മേധാവിയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫോറിൻ മിനിസ്റ്ററും അതേപോലെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് ഇവരൊക്കെയാണ് പോയി പങ്കെടുക്കുന്നത്. പക്ഷെ പാകിസ്ഥാനിൽ മാത്രം ആർമി ജനറൽ, ഫീൽഡ് മാർഷലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അതിനെ തുടർന്ന് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ടെൻഡർ, ഈ പാകിസ്ഥാന്റെ എയർപോർട്ട് ഓപ്പറേഷന് താല്പര്യമുള്ള പ്രൈവറ്റ് കമ്പനികൾക്ക് പോയി ബിഡ് ചെയ്യാം. അപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ 173 ബില്യൺ കടപ്പത്രം വിറ്റാൽ വീണ്ടും സ്വർണ്ണവില ഉയരും. കാരണം ആ പൈസ കൊണ്ട് സ്വർണ്ണമായിരിക്കും മേടിക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഡിമാൻഡ് വരും മാർക്കറ്റിൽ, ഗോൾഡിന് ഡിമാൻഡ് ഉയരും മാർക്കറ്റിൽ. ആ സമയത്ത് വീണ്ടും ഗോൾഡ് പ്രൈസ് ഉയരും. ഇതാണ് ഗാസയുടെ പുതിയ പ്രപ്പോസൽ. 100 പെർമനന്റ് ഹൗസിംഗ് യൂണിറ്റ്, 200+ എഡ്യൂക്കേഷൻ സെന്റർ, ഈ